ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ചേന മെഴുക്ക് പുരട്ടി. ഇത് ചേന ഇതേപോലെ കട്ട് ചെയ്തു, പിന്നെ കുറച്ച് ഗ്രീൻ ചില്ലി സ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഒരു കലം എടുത്തിട്ട് ഇത് ചേന കട്ട് ചെയ്ത് വെച്ച് ചേന അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഗ്രീൻ ചില്ലി ഇട്ട്, കുറച്ച് ടർമറിക് പൗഡർ ഇട്ട്, കുറച്ച് വാട്ടർ, 1/4 കപ്പ് വാട്ടർ ഒഴിച്ച്. ചില ചേനയ്ക്ക് നല്ല വേവ് വേണം കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്യണം. ചില ചേന വേഗത്തിൽ കുക്ക് ചെയ്തും വരും കേട്ടോ. അപ്പം അതനുസരിച്ചിട്ട് നിങ്ങൾ വെള്ളം ഒഴിക്കണം. ഇനിയിപ്പം കുക്ക് ചെയ്യാൻ വെക്കാം. ഇതെല്ലാം ഇട്ടിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് സാൾട്ട് ഇട്ട് കൊടുക്കാം. ഇതിപ്പം തിളച്ച് കഴിഞ്ഞിട്ട് കുറച്ച് സാൾട്ട് കേട്ടോ സാൾട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പം ചേന വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഓൾറെഡി. ഓക്കെ, എനിക്കൊന്നും ചേനക്ക് ഇത് വേവൊന്നും ഇല്ലാത്ത കേട്ടോ. നോക്കണ്ടോ, ഇനി രണ്ടായിട്ട് ബ്രേക്ക് ചെയ്യാനുണ്ടോ പോകുന്നുണ്ട്. അപ്പോൾ ഇത് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാനിത് 10 മിനിറ്റ് വെച്ചിട്ടില്ല കേട്ടോ, 7 മിനിറ്റ്സും കണ്ടേ വെച്ചുള്ളൂ. ഇപ്പോഴത്തെ കുക്ക് ചെയ്ത് വന്നു. നമുക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, ആദ്യം ഞാൻ കുറച്ച് ഗ്രീൻ ചില്ലി ഇടുന്നുണ്ട് കേട്ടോ. 4-5 ഗ്രീൻ ചില്ലിയും കൂടി ഇട്ടിട്ട്, ഓൾറെഡി ഞാനകത്ത് ഗ്രീൻ ചില്ലി ഇട്ടതാ കേട്ടോ. പിന്നെ ഒരു മണത്തിന് വേണ്ടി കുറച്ചുകൂടി ഗ്രീൻ ചില്ലി. എനിക്ക് എരിവൊക്കെ ഇഷ്ടമാണ്, ഞാൻ ഇടുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇടണമെന്നില്ല കേട്ടോ. കുക്ക് ചെയ്തപ്പോഴും ഇട്ടിട്ടുണ്ട്, ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. 1 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച് അതിലേക്ക് ചേർക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് കോക്കനട്ട് ഓയിൽ ഇട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചേന മെഴുക്ക് പുരട്ടി റെഡി. കണ്ടോ, അങ്ങനെ നമ്മുടെ ചേന മെഴുക്ക് പുരട്ടി റെഡി. വെജിറ്റേറിയൻ ഫുഡൊക്കെ ഉണ്ടാക്കത്തില്ലേ, ആ ദിവസം ഇപ്പോൾ പുളിശ്ശേരിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളിയാട്ടോ ഇത്. അതിൻ്റെ കൂടെ ഈ പച്ചമുളകൊക്കെ ഇടുമ്പോൾ ഇത്തിരി സ്പൈസിയുവാ, നല്ല ടേസ്റ്റ് കേട്ടോ. കോക്കനട്ട് ഓയിൽ ഇങ്ങനെ മുളകൊക്കെ വറുത്തിട്ട് അതിനകത്തോട്ടിട്ട് ഇത് ചേന കുക്ക് ചെയ്തതും കൂടി ഇട്ട് പെരട്ടിയെടുത്താലേ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.